ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്തവർ ലോകത്തിൽ കുറവാണ്. എല്ലാവരും സമാധാന കാംക്ഷികളാണ്. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ പല വഴികൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുന്നു. മദ്യവും മയക്കുമരുന്നും ലോകത്തിലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യർ പ്രവർത്തിച്ച് ചിന്തിച്ച് അതിലൂടെ സമാധാനം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവരുടെ സാമ്പത്തികവും ശാരീരികവുമായിരിക്കുന്ന പലതും അവർ നഷ്ടപ്പെടുത്തും. എന്നിട്ടും മനുഷ്യന് ആഗ്രഹിക്കുന്ന നിലയിലുള്ള സമാധാനമോ സന്തോഷമോ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ലോകത്തിലുള്ള രാജ്യങ്ങൾ പോലും സമാധാനത്തിന് വേണ്ടി കരാറുകൾ ഒപ്പുവയ്ക്കുന്നുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, മറ്റുള്ളവരെ നശിപ്പിക്കാതെ എല്ലാവരെയും തുല്യരായി കാണുവാനും അവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനുമൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള താല്പര്യം അവരുടെ ഉള്ളിലുണ്ട്. എങ്കിലും അതൊന്നും സാധ്യമായി തീരുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? രഹസ്യങ്ങളൊന്നുമില്ല. സമാധാനം ഉണ്ടാക്കുവാൻ, സമാധാനം പ്രാപിക്കുവാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അത് സാധ്യമായി തീരും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പീസ് മേക്കേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുക. സമാധാനം ഉണ്ടാകണമെങ്കിൽ അതിന് നാം വില കൊടുക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ മനുഷ്യർ പലതും ഉണ്ടാക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ നന്മയ്ക്കും നാശത്തിനും കാരണമായി തീരുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് വിലയും അവർ കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യർ അന്യോന്യം സമാധാനമായി ജീവിക്കുവാൻ അതിനുവേണ്ടി നാം വില കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമസൃഷ്ടികളോടും ലോകത്തിനും ലോകസമാധാനവും നമുക്ക് വരുത്തുവാൻ കഴിയും. വ്യക്തികളിലുണ്ടാകുന്ന സമാധാനമാണ് കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തിലും അത് പ്രകടമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ സമാധാനം പ്രാപിക്കുവാൻ, സന്തോഷം പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? സമാധാനം എല്ലാവരെയും സമന്മാരായി കാണുവാൻ, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, എല്ലാവരെയും മനുഷ്യരായി കാണുവാൻ കഴിയുന്നതാണ് ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. 2, സന്തോഷമുണ്ടാകുവാൻ നാം നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ദോഷം ചെയ്യാതിരിക്കുക. നമ്മൾ മുഖാന്തരമായി മറ്റുള്ളവർക്ക് ഒരു നാശമോ ദുഃഖമോ ഒരു നാശമോ സംഭവിക്കാതെ നാം സൂക്ഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും നമുക്കും അതൊരു സന്തോഷമായി തീരും. അതുകൊണ്ട് ആ സമാധാനവും സന്തോഷം പ്രാപിക്കുവാൻ അത്യാവശ്യമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു 3 ഗുണങ്ങൾ, ഈ 3 കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1,
ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ജീവിതത്തിലുണ്ടാകുന്ന എന്ത് കാര്യങ്ങളെയും നമുക്ക് അതിനെ പോസിറ്റീവായി കാണുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ നെഗറ്റീവായി കാണുകയാണ്. അയ്യോ, എൻ്റെ ജീവിതം നശിക്കുമോ, ഇത് നടക്കുമോ, ഇതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യമുണ്ടാകുമോ, ഇത് എനിക്ക് പ്രശ്നമായി തീരുമോ, ഇതെൻ്റെ അവസാനമായിരിക്കുമോ, ഇങ്ങനെയുള്ള നെഗറ്റീവായ ചിന്തകൾ, നടക്കത്തില്ല, സാധ്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഇല്ല. നമുക്ക് സകലതും സാധ്യമായി തീരും. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമായി തീരും എന്നാണ് തിരുവചനം നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെയും ഒന്നാമത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. 2, പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ പറയുക. അത് നമ്മളോടുള്ള ബന്ധത്തിലായിരുന്നാലും, മറ്റുള്ളവരോടുള്ള ബന്ധത്തിലായിരുന്നാലും, ലോകത്തോടുള്ള ബന്ധത്തിലായിരുന്നാലും, അതെ, ഇത് ദൈവത്താൽ സാധിക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. നമുക്ക് നല്ലതിന് വേണ്ടി കാക്ഷിക്കാം, നല്ലതിന് വേണ്ടി നമുക്ക് പറയാം. അതെ, ആ കാര്യങ്ങൾ സാധ്യമായി തീരും, സാധ്യമാക്കി തീർക്കും, അത് ദൈവത്താൽ സാധിക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. നമ്മൾ കൺഫസ് ചെയ്ത് എപ്പോഴും അത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ഏത് പ്രശ്നങ്ങളെയും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കാതെ പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുക. മറ്റൊരു കാര്യമാണ് നമ്മൾ പോസിറ്റീവായി അത് പ്രവർത്തിക്കുക. നമ്മുടെ സ്വന്തം ഗുണങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയും നമ്മൾ പ്രവർത്തിക്കണം. എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ എന്ത് വിലയും കൊടുത്ത് നമ്മളത് ചെയ്യുവാനിടയായി. അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം നമ്മിൽ സമാധാനവും സന്തോഷവും ഉളവാക്കുവാനിടയായി. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം. നമുക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഒരിക്കലും വില കൊടുക്കുവാൻ നമ്മൾ മനസ്സുണ്ടായിരിക്കുകയില്ല. കാരണം എന്നേക്കാൾ ശ്രേഷ്ഠരായി അവർ മാറരുത്, എന്നേക്കാൾ അനുഗ്രഹിക്കപ്പെടരുത്, എന്നേക്കാൾ അത് ഉയർന്ന നിലവാരത്തിലെത്തരുത് എന്ന് ഒരു ഇടുങ്ങിയ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കും സന്തോഷം പ്രാപിക്കുവാൻ കഴിയില്ല, മറ്റുള്ളവർക്കും സന്തോഷം പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. തീർച്ചയായും ഞാൻ ചിന്തിക്കുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ സമാധാനം നിലനിർത്തുമ്പോൾ അത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അത് പകരപ്പെടും. അത് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് അത് വികസിച്ച് കടന്നു വരുവാനിടയായി. നോക്കണം, ലോകത്തിൻ്റെ സമാധാനമില്ലായ്മയ്ക്ക് കാരണം എന്താണ്? അവരുടെ ചിന്തകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ പ്രവൃത്തികൾ ആ നിലയിൽ ഒരിക്കലും ആകാതെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന, സമാധാനത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ നമുക്കിടയായി തീരണം. അതാണ് ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക. ദൈവിക സമാധാനം എന്നിലും നിങ്ങളിലും സമൂഹത്തിലും രാജ്യത്തിലും അതുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം, അധ്വാനിക്കാം, വില കൊടുക്കാം എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.